നമ്മൾ പോകുന്നു ഫോക്കസ് നമ്പർ 2 വിഭജനത്തിലെ പോര് നമ്മൾ ഇന്നത്തെ ദിവസം കണ്ടു. ഓഗസ്റ്റ് 14 വിഭജന ഭീതി ദിനമായി ആചരിക്കണം എന്നത് ചാൻസലർ കൂടിയായ ഗവർണറുടെ നിർദ്ദേശമായിരുന്നു. എല്ലാ വിസിമാർക്കും അത്തരമൊരു സർക്കുലർ ചാൻസലർ അയച്ചിരുന്നതാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള എന്തൊക്കെ നടപടികൾ സ്വീകരിച്ചു, എന്തൊക്കെ പരിപാടികൾ സംഘടിപ്പിച്ചു എന്നത് അറിയിക്കണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചാൻസലർ നിർദ്ദേശിച്ചിരുന്നതാണ്. പക്ഷേ സംസ്ഥാനത്തെ ഭൂരിഭാഗം സർവകലാശാലകളിലും കോളേജുകളിലും അത്തരമൊരു ദിനാചരണം നടന്നിട്ടില്ല. ആ നിർദ്ദേശം ഭൂരിപക്ഷം സർവകലാശാലകളും തള്ളിയിരിക്കുന്നു എന്നതാണ് ഇന്നത്തെ സാഹചര്യം. കാസർകോട്ടെ 3 കോളേജുകളിൽ ഇന്ന് ഈ ദിനാചരണത്തിനുള്ള നീക്കം ABVPയുടെ ഭാഗത്തു നിന്നുമുണ്ടായി. അവിടെ മാത്രമാണ് അത് സാധ്യമായത്. പക്ഷേ കനത്ത പ്രതിഷേധം നേരിടേണ്ടുന്ന സാഹചര്യങ്ങൾ കൂടി ഉണ്ടായിട്ടുണ്ട്. മറ്റെല്ലായിടത്തും ഈ നിർദ്ദേശം തള്ളിക്കളയുന്ന സാഹചര്യം കൂടിയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ എന്താണ് ഈ വിഭജന ഭീതി ദിനം എന്ന് നോക്കിയാൽ 2021 പ്രധാനമന്ത്രിയാണ് ആദ്യം ഇത്തരമൊരു ദിനം ആചരിക്കേണ്ടുന്നതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുന്നത്. അങ്ങനെ ഒരു ആഹ്വാനം പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് വിഭജനത്തിന്റെ വേദന ഒരിക്കലും മറക്കാൻ കഴിയില്ലെന്നും ബുദ്ധിശൂന്യമായ വെറുപ്പും അക്രമവും കാരണം ലക്ഷക്കണക്കിന് ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടതാണ് ആ സംഭവമെന്നും പ്രധാനമന്ത്രി മോദി അന്ന് പറയുന്നു. ആ പോരാട്ടങ്ങളുടെയും ത്യാഗങ്ങളുടെയും ഓർമ്മയ്ക്കായി ഇനി മുതൽ ഓഗസ്റ്റ് 14 വിഭജന ഭീതി അനുസ്മരണ ദിനമായി ആചരിക്കണമെന്ന നിർദ്ദേശം കൂടി അദ്ദേഹം നൽകുന്നു. അതിനെ തുടർന്ന് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഈ ദിനം ആചരിച്ചു വരികയാണ്. പക്ഷേ കേരളം അതിൽ നിന്നൊക്കെ വിട്ടുനിൽക്കുകയായിരുന്നു. ഇപ്പോൾ രാജേന്ദ്ര അർലേക്കർ ഗവർണറായി വന്നതിന് ശേഷമാണ് ഇപ്പോൾ ഓഗസ്റ്റ് 14 വിഭജന ഭീതി ദിനമായി ആചരിക്കണം എന്ന ഒരു നിർദ്ദേശം ചാൻസലർ കൂടിയായ ഗവർണർ സർക്കുലറായി തന്നെ വൈസ് ചാൻസലർമാർക്ക് നൽകുന്നത്. ഈ ദിവസം വിവിധ പരിപാടികൾ സംഘടിപ്പിക്കണമെന്നും ആ പരിപാടികൾ എന്തൊക്കെയാണ് എന്നത് രാജ്ഭവനെ അറിയിക്കണമെന്ന കാര്യം കൂടി അദ്ദേഹം പറഞ്ഞത്. ഈ ഗവർണറുടെ നിർദ്ദേശം വരുമ്പോൾ ഇതിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ ഉയരുന്നത് കൂടി നമ്മൾ കണ്ടതാണ്. ഈ ഗവർണറുടെ നടപടി പ്രതിഷേധാർഹമാണ് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ ചൂണ്ടിക്കാട്ടി. ഗവർണറുടെ നിലപാട് ഭരണഘടനാ വിരുദ്ധമാണെന്നും രാഷ്ട്രീയ അജണ്ട നടപ്പാക്കാനുള്ള വേദിയായി സർവകലാശാലകളെ വിട്ടുകൊടുക്കാനാവില്ല എന്നതും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. വിഭജന ഭീതി ദിനം ആചരിക്കുന്നതിനെതിരെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി രംഗത്തു വന്നു. മതധ്രുവീകരണത്തിനും സാമൂഹിക സ്പർദ്ധയ്ക്കും വഴിവെക്കും എന്നതായിരുന്നു മന്ത്രി ഇക്കാര്യത്തിൽ ചൂണ്ടിക്കാട്ടിയ കാര്യം. വർഗീയത പരത്താനുള്ള ശ്രമങ്ങളുടെ ഭാഗമായുള്ള ദിനാചരണം അതുകൊണ്ട് തന്നെ തടയുമെന്ന് SFIയും KSUവും വ്യക്തമാക്കുകയും ചെയ്ത സാഹചര്യം നമ്മൾ കണ്ടതാണ്. ഇന്ന് പുലർച്ചെയായിരുന്നു കേന്ദ്ര സർവകലാശാലയിൽ കാസർഗോഡ് കേന്ദ്ര സർവകലാശാല ക്യാമ്പസിൽ ABVPയുടെ നേതൃത്വത്തിൽ ഈ ദിനം ആചരിക്കാനുള്ള നീക്കം നടന്നത്. തുടർന്ന് അത് തടയാനുള്ള ശ്രമങ്ങളുണ്ടായി. കാസർഗോഡ് സർക്കാർ കോളേജിലെ ദിനാചരണത്തിനെതിരെ SFIയും ഒപ്പം തന്നെ MSFും രംഗത്ത് വരികയും പ്രതിഷേധം ഉടലെടുക്കുകയും ചെയ്തു. ഇത് നേരിയ സംഘർഷത്തിനും അവിടെ വഴിവെച്ചു. അതിന്റെയൊക്കെ ഫലമായി കോൺഗ്രസ് നമ്മുടെ രാജ്യത്തെ മുറിച്ച് സംസ്ഥാനത്ത് ABVPക്ക് സ്വാധീനമുള്ള കോളേജുകളിലാണ് ഇന്ന് ഈ ദിനാചരണം നടന്നത്. തിരുവനന്തപുരത്ത് ധനുവച്ചപുരം കോളേജ് ക്യാമ്പസിന് പുറത്തും ഇത്തരമൊരു പരിപാടി സംഘടിപ്പിക്കപ്പെടുകയുണ്ടായി. അവിടെ ABVPയുടെ നേതൃത്വത്തിൽ തന്നെയാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത്. എന്നിവിടെ ചോദിക്കാൻ ABVP തയ്യാറാവുകയാണ്. ഇന്നലെയും ഇന്നും നമ്മളെ ദ്രോഹിച്ച നിങ്ങൾ ആലോചിച്ച് നോക്കണം. എല്ലാവരും വിഭജനത്തിൽ നമ്മളെ ദ്രോഹിച്ച കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരം എന്ന് പറഞ്ഞുകൊണ്ടാണ് ചാൻസലർ കൂടിയായ ഗവർണർ സർവകലാശാലകൾക്ക് ഇത്തരമൊരു നിർദ്ദേശം നൽകുന്നത്, വിസിമാർക്ക് നിർദ്ദേശം നൽകുന്നത്. അവർ ഈ നിർദ്ദേശം
രജിസ്ട്രാർക്ക് കൈമാറുകയും നടപടികൾ സ്വീകരിക്കുകയുമായിരുന്നു. എന്നാൽ പതിവ് പോലെ തന്നെ സംസ്ഥാനത്തെ ബഹുഭൂരിപക്ഷം കോളേജുകളും അതിൽ നിന്ന് വിട്ടുനിൽക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. മാത്രവുമല്ല, വലിയ പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ട് ഇത് വിഭജനത്തിന്റെ ഭീതി പരത്തുന്നതാണ്, ആ രീതിയിൽ വിഭജനമാണ് ഇതിന്റെ അജണ്ട എന്നതൊക്കെ ചൂണ്ടിക്കാട്ടി വിദ്യാർത്ഥി സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും രംഗത്ത് വരികയും ബഹുഭൂരിപക്ഷം കോളേജുകളും അതിൽ നിന്ന് വിട്ടുനിൽക്കുകയുമാണ് ഉണ്ടായത്.